ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് വീട്ടിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം, നമുക്ക് രണ്ട് തരം ലാപ്ടോപ്പുകളാണ് ലഭിക്കുക. ഒന്ന് ആപ്പിളിൻ്റെ മാക് സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ മാക് സിസ്റ്റമായിട്ടുള്ള ലാപ്ടോപ്പുകളുണ്ട്. അതിന് ലാപ്ടോപ്പ് തന്നെയാണ് പറയുക. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ വരുന്ന ഡെല്ല്, HP തുടങ്ങിയിട്ടുള്ള പലതരം കമ്പനികളുടെ ലാപ്ടോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് സാധാരണ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവർക്ക് കൊണ്ടു നടക്കാനുള്ള സൗകര്യത്തിലാണ് ഈ ലാപ്ടോപ്പ് വാങ്ങുക. എന്നാൽ ചില ആൾക്കാരെങ്കിലും ലാപ്ടോപ്പ് വാങ്ങിയിട്ട് വീട്ടിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ലാപ്ടോപ്പ് അധികം കൊണ്ടു നടക്കാതെ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ, വീട്ടിൽ കുറേ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ലാപ്ടോപ്പ് തുറക്കുകയും അടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പിൻ്റെ മദർ ബോർഡും ഡിസ്പ്ലേയും കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിൾ അല്ലെങ്കിൽ ആ സ്ട്രിപ്പിന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആണെങ്കിൽ മാക്സിമം അത് തുറന്ന് വെച്ചിട്ട് അടക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ആവശ്യം കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്യുക. ഷട്ട് ഡൗൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു തുണിയിട്ടാൽ പൊത്തിയിട്ട് നമ്മുടെ ടേബിളിൻ്റെ മുകളിൽ വൃത്തിയായിട്ട് വെക്കുക. നിരന്തരമായിട്ട് ഇത് അടക്കുകയും തുറക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം, കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ സ്ട്രിപ്പിന് കംപ്ലൈൻറ്റ് വരാനും, പിന്നെ ലാപ്ടോപ്പ് അടക്കും തുറക്കും ചെയ്യുന്ന ഡിസ്പ്ലേ ഓഫ് ആവാനും, അതുപോലെ തന്നെ ഡിസ്പ്ലേ മര്യാദയ്ക്ക് നിൽക്കാത്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് വീട്ടിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഓപ്പൺ ചെയ്ത് വെച്ച് അതേ രീതിയിൽ തന്നെ വെച്ചിരിക്കുക. നമ്മൾ ഉപയോഗം കഴിയുമ്പോൾ ഒരു തുണിയിട്ട് പൊത്തുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ലാപ്ടോപ്പ് തുണിയിട്ട് പൊത്തിയാൽ മതി. എന്നിട്ട് ഉപയോഗം കഴിയുമ്പോൾ എപ്പോഴും അടക്കും തുറക്കും ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അധികവും ഈ ഒരു പറഞ്ഞ സ്ട്രിപ്പിന് കംപ്ലൈൻറ്റ് വരാനും പിന്നീട് നമ്മൾക്ക് വലിയൊരു പൈസ അതിലൂടെ നഷ്ടമാവാനും ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ കീബോർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം ആപ്പിളിൻ്റെ ഒക്കെ ബിൽഡ് ക്വാളിറ്റി നമ്മൾക്കറിയാം, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പം ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാലും വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. എന്നാൽ ചില ഇനം ലാപ്ടോപ്പുകൾ, പ്രത്യേകിച്ച് എൻ്റെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ലെനോവോയുടെ ലാപ്ടോപ്പാണ്. G50 ആ ഒരു സീരീസിൽ വരുന്ന ലാപ്ടോപ്പായിരുന്നു, i3 മോഡൽ. അപ്പം ഈ ഒരു ലാപ്ടോപ്പിൽ ഞാൻ ലാപ്ടോപ്പ് വാങ്ങി കുറച്ച് നാൾ ഉപയോഗിച്ച് ഒരു 3 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കീബോർഡിന് പ്രോബ്ലംസ് വരാൻ തുടങ്ങി. സർവീസ് പീരീഡ് ആയതുകൊണ്ട് ഒരു വട്ടം അത് മാറ്റി കെട്ടി. പിന്നെയും കുറച്ച് ഒരു 3 മാസം 4 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും കംപ്ലൈൻ്റ് ആയി. അത് സർവീസ് പീരീഡ് 2 വട്ടം അങ്ങനെ മാറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാനത് മാറ്റിയിട്ടില്ല. അതിന് പകരം എൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്ന ആ ഒരു കീബോർഡ് ഡിസ്കണക്ട് ചെയ്ത് വിട്ടു. കാരണം ആ കീബോർഡ് ഇരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പിൽ നിന്ന് പ്രത്യേകമായിട്ട് എന്തൊരു ഇപ്പം ഗോസ്റ്റ് കീസൊക്കെ പറയുന്നുണ്ട്. ചില കീകൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ ടൈപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്കത് മനസ്സിലാകും, ചില കീസ് നിർത്താതെ ഇങ്ങനെ പോകും. ചില സമയത്ത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആവും, പിന്നെ കുറേ കുത്തി കഴിയുമ്പോഴായിരിക്കും അത് നിൽക്കുക. അങ്ങനെയുള്ള ഗോസ്റ്റ് കീ പ്രോബ്ലംസൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഓണാക്കുന്ന സമയത്ത് ഈ കീ പ്രസ് ആയതുകൊണ്ട് തന്നെ വിൻഡോസ് ബൂട്ട് ആവാതെ ഈ ലാപ്ടോപ്പിനകത്തുകൊണ്ട് ബീപ്പ് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പ്രോബ്ലം ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ കീബോർഡ് ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു കീബോർഡാണ്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് മൗസും കൂടി അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. കീബോർഡിന് അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിന് ഇപ്പം വന്നിട്ടുള്ള ആ ട്രാക്ക് പാഡ് അതിന് ഇതുവരെയും കംപ്ലൈൻറ്റ് സംഭവിച്ചിട്ടില്ല. ഞാൻ 2014 വാങ്ങിയ ലാപ്ടോപ്പാണ്. ഇപ്പോൾ ഏകദേശം 8-10 വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പം 11ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇതുവരെയും എനിക്ക് ആ ഒരു ട്രാക്ക് പാഡിന് യാതൊരു വിധ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. മറ്റ് പോർട്ടുകൾക്കൊന്നും കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ മാക്സിമം എൻ്റെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാറുള്ളത്. അപ്പം അത് തുറന്ന് വെക്കുക തന്നെ ചെയ്യും. വല്ലപ്പോഴും ഡെസ്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി എങ്ങോട്ടേക്കും എടുത്ത് വെക്കുമ്പോൾ മാത്രം അത് ക്ലോസ് ചെയ്ത് മാറ്റി വെക്കുക. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകുമ്പോൾ മാത്രം അടച്ച് കൊണ്ടുപോയിട്ട് തുറന്ന് അടക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമാണ്. വീട്ടിൽ തന്നെയാണെങ്കിൽ മാക്സിമം ടൈം അത് തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഈ പറയുന്ന ഒരു കീബോർഡ് മോശമായി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ പല തരത്തിലുള്ള കീബോർഡ് കിട്ടുന്നുണ്ട്. ചെറിയ കുഞ്ഞു കീബോർഡ് മുതൽ വലിയ കീബോർഡ് വരെ കിട്ടും. സാധാരണ കീബോർഡ് വലിയൊരു കീബോർഡ് വാങ്ങുകയാണെങ്കിൽ അതിന് അത്ര വലിയ പൈസ ഒന്നാവുന്നില്ല. നമ്മൾക്കൊരു 400 രൂപയുടെ ഉള്ളിൽ തന്നെ നല്ലൊരു കീബോർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചുരുട്ടി വെക്കാനൊക്കെ പറ്റുന്ന ചെറിയ ചെറിയ കീബോർഡൊക്കെ കിട്ടും, അത്രയും സ്ലിം ആയിട്ടുള്ള കീബോർഡ്. അപ്പം അത്രയും നിങ്ങൾ നടന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത്തരത്തിൽ ചുരുട്ടി വെക്കാൻ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കീബോർഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സാധാരണ ഇപ്പോൾ ലെനോവോ, ഡെൽ, HP തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെയൊക്കെ ഈ കീപാഡ് അധികം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അത് നിങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഏകദേശം 1800 രൂപ മുതൽ നിങ്ങൾക്ക് 2000 രൂപ വരെ ചാർജ് വരും. ഈ ഒരു എന്താ പറയുക, ഈ കീബോർഡ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു എക്സ്റ്റേണൽ കീബോർഡ് വാങ്ങി നിങ്ങൾക്ക് സുഖമായിട്ട് കുറേ കാലം ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ലാപ്ടോപ്പിൻ്റെ ട്രാക്ക് പാഡ് ഉപയോഗിക്കാൻ
കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് മൗസ് വാങ്ങി ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ട്രാക്ക് പാഡ് ഉപയോഗിച്ച് ശീലിച്ചവരാണെങ്കിൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അപ്പം പിന്നീട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ചാർജിങ്ങിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ലാപ്ടോപ്പ് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ കുത്തി വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും പുതിയ ഗെയിമിംഗ് ലാപ്ടോപ്പിലൊക്കെ നമ്മൾക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നമ്മൾ കുത്തി വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിലും ഇപ്പം കുറച്ചുകൂടി നല്ല ഹൈ എൻഡ് ഗ്രാഫിക്സ് കാർഡൊക്കെ ഉള്ള ലാപ്ടോപ്പ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്, ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക, നിങ്ങളെ ചാർജ് കണക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഫുൾ പെർഫോമൻസ് കിട്ടുകയുള്ളൂ തുടങ്ങിയിട്ട് പറഞ്ഞ ചില കമ്പനികളുണ്ട്. അതുപോലെ തന്നെ ചില കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പ് ചാർജിൽ കുത്തിവെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ടൈം ആ ചാർജിൽ നിന്ന് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ കറണ്ട് പോയാൽ മാത്രം ബാറ്ററിയിൽ വരുന്ന രീതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ സാധാരണ ചാർജർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, പഴയ മോഡൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. അത്തരം ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുത്തി വെക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ചാർജ് ആകുമ്പോൾ ഡിസ്കണക്ട് ചെയ്യും, വീണ്ടും ചാർജ് കുറയുമ്പോൾ അത് വീണ്ടും കുത്തി വെക്കുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ്. ഓക്കെ, ചില ആൾക്കാർ ബാറ്ററിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും ഫുൾ ടൈം ചാർജ് ഇടുന്ന കാണാം. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ ബാറ്ററി മോശമായിട്ടുണ്ട്, അതായത് കറണ്ട് പോയാൽ ഓൺ ദ സ്പോട്ടിൽ ലാപ്ടോപ്പ് ഓഫ് ആവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിൽ ആൾക്കാരോട് പറഞ്ഞത്, അത്തരത്തിൽ ലാപ്ടോപ്പ് ഓഫ് ആവുന്നത് തീർത്തും ലാപ്ടോപ്പിന് നല്ലതല്ല. ഒന്നാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ പല സോഫ്റ്റ്വെയറുമായി വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പല ഫയലുകളും ഇത്തരത്തിൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങളുടെ എന്താ പറയുക, ബാറ്ററി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു UPS കാര്യങ്ങൾ ഉപയോഗിക്കുക. അല്ലാതെ വീട്ടിൽ ഇൻവെർട്ടർ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പേടിക്കൊന്നും വേണ്ട. കാരണം വീട്ടിലെ കറണ്ട് പോയാൽ ഇൻവെർട്ടർ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലാപ്ടോപ്പ് ഓഫ് ആവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നീട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ചില ലാപ്ടോപ്പുകൾ നമ്മൾക്കറിയാം, നമ്മൾ ചിലപ്പം വീഡിയോ ഒക്കെ റെൻഡർ ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊസസ്സർ നല്ലോണം വർക്ക് ചെയ്യും, നല്ലോണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ചില ലാപ്ടോപ്പുകളുടെ ബോട്ടം വശത്ത് അല്ലെങ്കിൽ താഴെ വശത്ത് അത്ര ഹൈറ്റ് ഉണ്ടാകത്തില്ല. അധികവും ഈ ലാപ്ടോപ്പുകളുടെ വെന്റിലേഷൻ എന്ന് പറയുന്ന സൈഡുകളിലും താഴെ വശത്തായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ഒരു എന്താ പറയുക 2 പെൻസിലോ പെന്നൊക്കെ വെച്ചിട്ട് ആ ഒരു ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിന് കുറച്ചുകൂടി എളുപ്പത്തിൽ ഹീറ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തു കൊടുക്കുക. ഞാൻ ഇത്രയും കാലം ആ ലാപ്ടോപ്പ് ഉപയോഗിച്ചതിൻ്റെ മുകളിൽ പറയുകയാണ്. ഞാൻ ആകെ അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്, എൻ്റെ ഹാർഡ് ഡിസ്ക് കംപ്ലൈൻ്റ് ആയ സമയത്ത് ഒരു SSD വാങ്ങി കിട്ടു എന്ന മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതുപോലെ തന്നെ റാം കൂട്ടിയിട്ടുണ്ടായിരുന്നു. റാം 8 GB, 4 GB ആയിരുന്നു വാങ്ങുമ്പോൾ കിട്ടിയത്, അത് 8 GB ആക്കി. കാരണം നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക, കൂടുതൽ ബ്രൗസറൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ 10-15 10 ടാബുകൾ വരെയൊക്കെ അധികം ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും റാം കൂട്ടിയിട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലാപ്ടോപ്പ് കുറേ കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പുതിയ ലാപ്ടോപ്പുകൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ കീബോർഡ് ഞാൻ ഇൻറ്റേർണലായിട്ട് വരുന്ന കീബോർഡ് ഞാൻ ഓഫാക്കി വെച്ചു എന്ന്. അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ പവർ കീ സെപ്പറേറ്റ് ആണ് വരുന്നത്. എന്നാൽ ചില ലാപ്ടോപ്പ് കമ്പനിക്കാർ ഇത്തരത്തിൽ അവർക്ക് കൂടുതലായിട്ട് സെയിൽസ് നടക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പവർ കീ പോലും നമ്മളുടെ കീപാഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പവർ കീയും കൂടി കീബോർഡ് വരുന്ന ലാപ്ടോപ്പുകൾ നമ്മൾക്ക് ഇതുപോലെ ഓഫാക്കി വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇൻറ്റേർണൽ കീബോർഡ് ഓഫാക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഈ പറയുന്ന പവർ കീയും കൂടി ഡിസേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം ആൾക്കാർ കൃത്യമായിട്ട് ഈ പറഞ്ഞ 2000 രൂപയെങ്കിൽ 2000 രൂപ കൊടുത്തിട്ട് ഈ പറയുന്ന എന്താ പറയുക കീബോർഡ് മാറ്റേണ്ടി വരും. എന്നാൽ ചില കമ്പനികൾ അങ്ങനെയല്ല, പവർ കീ സെപ്പറേറ്റ് കൊടുത്തിട്ട് ഈ കീബോർഡ് മാത്രം സെപ്പറേറ്റ് ആക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ കീബോർഡ് ഡിസേബിൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ശ്രദ്ധിക്കേണ്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.